ഗുഡ് ഈവനിങ് എവരി വൺ. ക്ലാസ് 7 സ്റ്റേറ്റ് സിലബസിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ സോഷ്യൽ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ മിഡീവിയൽ ഇന്ത്യ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കബീർ, പ്രൊപ്പഗേറ്റർ ഓഫ് ഹ്യൂമൻ ഹാർമണി. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കബീർ മാനവ മൈത്രിയുടെ പ്രചാരകൻ. ആദ്യമായിട്ട് കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. റീഡ് ദീസ് ലൈൻസ്. ദ ഓൾമൈറ്റി ഈസ് നോൺ ബൈ മെനി നെയിംസ് ലൈക്ക് അള്ളാഹ്, റാം, കരീം, കേശവ്, ഹരി, ഹസ്രത്ത് ആർ ഇൻ ദ ബാംഗിൾസ് ആൻഡ് റിങ്സ് nothing but forms of gold. Variety lies in names we call them. അതായത് അള്ളാഹ്, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകൾ ഉണ്ട്, അനവധിയുണ്ട്. പൊന്നുരുക്കി പണിതതാം വളകൾ മോതിരങ്ങളും പൊന്നു താനല്ലയോ. വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം എന്നാണ് ഇതിൻ്റെ അർത്ഥം. Share the ideas you have discovered. These are the lines by Kabir, propagator of the Bhakti movement who lived in North India, present-day Uttar Pradesh in the 15th century. 15ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു കബീർ. കബീർ എഴുതിയ വരികളായിരുന്നു ഇവ. കബീർ propagated his ideas through such hymns known as dohas. Kabir's dohas were very popular with the masses as he composed by hymns in a language that common people could understand. ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിൻ്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു. Kabir stood for Hindu-Muslim unity and brotherhood. He reminded that the Hindus and Muslims are the two vessels made of the same oil. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. He argued that caste system, untouchability, religious rituals, post-death rites, idol worship, etc. were meaningless. Kabir criticized all kinds of discrimination based on caste, religion, race, legacy, wealth, etc. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. Kabir's thoughts and activities were immensely influenced by Bhakti Sufi ideas. ഭക്തി സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. He rejected religious traditions completely. He also ignored the external rituals of religions. Kabir, who believed in formless God, propagated bhakti as a means of salvation. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. കബീർ ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് വിത്ത് ഹിസ് ഡിസൈപ്പിൾസ് ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ്. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. റീഡ് സം ഓഫ് ഹിസ് എക്സ്പീരിയൻസസ് ഡ്യൂറിങ് സച്ച് ട്രാവൽസ്. അതായത് അപ്പോഴുണ്ടായ ഈ യാത്രയിൽ ഉണ്ടായ ചില അനുഭവങ്ങളാണ് ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. വൺസ് കബീർ എൻക്വയർഡ് ഓഫ് എ ഗ്രീവിംഗ് വില്ലേജ് chieftain. He said, "It's karma. What else to say? Peoples are dying of smallpox. Sorcery is a remedy." ഒരിക്കൽ ദുഃഖിതനായിരുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, കർമ്മഫലം അല്ലാതെന്തു പറയാൻ, വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു, പരിഹാരമായി മന്ത്രവാദം നടത്തണം. Kabir laughed and said, "A spell for the healing? None of this can be solved by magical spell. Only treatment can cure the disease." കബീർ അപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല. ചികിത്സ കൊണ്ടേ രോഗം ഭേദമാകൂ. On another occasion, people started giving gift to Kabir and his disciples. He said, "We are weavers, metal workers, woodcutters, farmers and cobblers. We do work and live. We do not need gifts." മറ്റൊരിക്കൽ കബീറിനും കൂട്ടർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞേ, ഞങ്ങൾ നെയ്ത്തുകാരനും ലോഹപ്പണിക്കാരനും മരം അടയുന്നവരും
കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരും ഒക്കെയാണ്. തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. നെക്സ്റ്റ് പേജ് യു ഹാവ് റീഡ് കബീർ ദോഹാസ് ആൻഡ് സ്റ്റോറീസ്. ആഡ് യുവർ ഫൈൻഡിങ്സ് ബിലോ. അപ്പോൾ എന്തൊക്കെയാണ്? പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്, അല്ലെ? ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു. കബീർ മേഡ് പീപ്പിൾ തിങ്ക് അഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റീഷ്യൻസ്. അതായത് കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ എന്ത് ചെയ്തു? പ്രേരിപ്പിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗുരു നാനാക്കിനെ കുറിച്ച് പഠിക്കാം. ഗുരു നാനാക്ക് ലവ് ആൻഡ് ബ്രദർഹുഡ്, അതായത് സ്നേഹവും സാഹോദര്യവും. വൺസ് ഗുരു നാനാക്ക് ആൻഡ് ഭായ് മർദാന കെയിം ടു റെസ്റ്റ് അറ്റ് സാജൻ തുഗ്സ് ഇൻ. ഗുരു നാനാക്കും ഭായ് മർദാനയും ഒരിക്കൽ സാജൻ തുഗിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. ഹി ഹാഡ് എ ഹാബിറ്റ് ഓഫ് റോബിംഗ് ദോസ് ഹു സ്റ്റേഡ് ദെയർ. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്ക് ഉണ്ടായിരുന്നു. നോയിങ് ദിസ് ഗുരു നാനാക്ക് ഡിഡ് നോട്ട് വാണ്ട് ടു റെസ്റ്റ് ഫോർ ദ നൈറ്റ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഗുരു നാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. ഇൻസ്റ്റീഡ് ദേ സ്റ്റാർട്ടഡ് സിംഗിങ് ഷാബാദ് പ്രയർ സോങ്സ് കമ്പോസ്ഡ് ബൈ ഗുരു നാനാക്ക്. പകരം അവരെന്ത് ചെയ്തു? ഗുരു നാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. ദ റെസിറ്റൽ മെന്റ് it was unjust to loot others' wealth. Sergeant Thug realized his mistake when he listened to the lyrics of the song. He begged Guru for forgiveness. അതായത് മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്ന അർത്ഥം വരുന്ന വരികളായിരുന്നു അവർ ചൊല്ലിയത്. അപ്പോൾ പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ സാജൻ തഗിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. Guru Nanak advised him to give back all the stolen wealth to the poor and to live honestly. Then on, Sajan began a life helping those who visited his inn. മോഷ്ടിച്ച പണമെല്ലാം ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് നൽകാൻ, എന്നിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കാനും ഗുരു നാനാക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഉപദേശിച്ചു. അപ്പോൾ പിന്നീട് സജൻ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി. ഗുരു നാനാക്ക് വാസ് ബോൺ ഇൻ 15th century in the village of Talwandi, now in Pakistan, in Sheikhpura, Punjab. Guru Nanak attempted to harmonize the ideas of different religions. He traveled within and outside India to propagate his thoughts. 15ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി, അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാനാണ്, ആ ഗ്രാമത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരു നാനാക്ക് ശ്രമിച്ചു. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. ഗുരു നാനാക്ക് വാസ് എഗെയിൻസ്റ്റ് മീനിങ്ലെസ് religious rituals. He attempted to propagate the message of one God. He promoted the ideals of equality, brotherhood, love, goodness and religious tolerance. മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരു നാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, idolatry, pilgrimage, etc. were rejected by him. Economic inequality was questioned and people were encouraged to abstain from using intoxicants. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു അദ്ദേഹം. സാമ്പത്തിക സമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. He emphasized the importance of langar or community kitchen where all classes of people could eat together. His ideas later paved the way for the formation of Sikhism. അതായത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. In short, the social and religious activities of Kabir and Guru Nanak ushered in a period of cultural harmony in medieval India. കബീറിൻ്റെയും ഗുരു നാനാക്കിൻ്റെയും സാമൂഹികവും മതപരവുമായ പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിച്ചു. ഇനി ബോക്സിനുള്ളിലുള്ളതാണ് ആദി ഗ്രന്ഥ്. ഗുരു ഗ്രന്ഥ് സാഹിബ് ഈസ് ദ ഹോളി ബുക്ക് ഓഫ് സിഖിസം. ദ ആദി ഗ്രന്ഥ് കണ്ടെയ്ൻസ് റൈറ്റിംഗ്സ് ഓഫ് ഓൾ സിഖ് ഗുരൂസ് ബിഗിനിങ് ഫ്രം ഗുരു നാനാക്ക്. ദ ഇമ്പോർട്ടൻസ് ഓഫ് മോണോതീസം and thoughts against caste, gender, race discrimination are embedded in it. The ideas of Jainism, Buddhism, Islam, etc. are included in the Adi Granth. അതായത് സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥ. ഗുരു നാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിൽ അതിൻ്റെ ഉള്ളടക്കം.
ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, ജാതി, ലിംഗ, വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് വിമൻ ആൻഡ് ദ ഭക്തി മൂവ്മെൻ്റ് ആണ്. വിമൻ വെർ ലെസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ ദ മിഡീവൽ സൊസൈറ്റി. അതായത് ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യമാണ് പറയാൻ പോകുന്നത്. മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. കണ്ടീഷൻസ് റിമെയിൻ ദ സെയിം ഇൻ റിലേഷൻ ടു ഫ്രീഡം ഓഫ് വർഷിപ്പ്. ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. വിത്ത് ദ അഡ്വെന്റ് ഓഫ് ഭക്തി മൂവ്മെന്റ് മെനി വിമൻ ടുക്ക് ടു കമ്പോസിംഗ് ആൻഡ് സിംഗിങ് hymns and songs to worship the deity of their choice. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായിരുന്നു. മീരാബായി was a Rajput princess who lived in Chittoor, Rajasthan. She gave up all the worldly comforts and immersed herself in devotion to Krishna. Krishna bhajans composed by Mirabai was very popular. അടുത്തതായി മീരാബായിയെ കുറിച്ചാണ്. രാജസ്ഥാനിലെ ചിത്തോറിൽ ജനിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായി രചിച്ച കൃഷ്ണ ഭജനങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. അടുത്തതായിട്ട് കാരയ്ക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ were famous devotee poetesses from Tamil Nadu. Their compositions express deep devotion to their favorite deity. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവികളായിരുന്നു കാരയ്ക്കൽ അമ്മയാർ, പിന്നെ ആണ്ടാൾ എന്നിവർ. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്. അക്ക മഹാദേവി വാസ് എ പ്രോമിനന്റ് ഫിഗർ ഇൻ ദ വീരശൈവ മൂവ്മെന്റ്. ഷീ ലെഡ് ഡിസ്കഷൻസ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഒപ്രഷൻ ഓഫ് ദ വിമൻ ഫേസ്ഡ് ഇൻ ദോസ് ഡേയ്സ്. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖരായിരുന്നു അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. ബഹിനാബായ് ആൻഡ് സോയറാബായ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ലാൽ ദേദ് ഓഫ് കാശ്മീർ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. മഹാരാഷ്ട്രയിലെ മഹിനാബായ്, സോയറാബായ്, കാശ്മീരിലെ ലാൽ ദേദ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയവരാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഇമ്പാക്ട്സ് ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിലെ പാർട്ട് 3 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.